ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയതായി ഇറങ്ങാൻ പോകുന്ന ഒരു ഫോണിനെ കുറിച്ചാണ്. അപ്പോൾ ജൂലൈയിലാണ് ലോഞ്ച് വരുന്നത്, നത്തിങ് ഫോൺ 1. അപ്പോൾ നത്തിങ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് എല്ലാവരും കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വർഷമാണ് അവർ ലോഞ്ച് ചെയ്തത്. അപ്പോൾ അവരുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആയിരുന്നു നത്തിങ് ഇയർ 1. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. നല്ലൊരു ഇയർഫോൺസ് ആയിരുന്നു, അറൗണ്ട് 5,000-6,000 പ്രൈസ് സെഗ്മെൻറ്റിൽ വന്ന ഒരു TWS ഇയർഫോൺസ് ആയിരുന്നു ഫസ്റ്റ് ഇറങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ പിന്നീട് കഴിഞ്ഞ വർഷം അവസാനം ആയപ്പോഴേക്കും അവർ ഫോണിൻ്റെ ഇറക്കാനുള്ള പ്ലാനിനെ കുറിച്ച് പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് റൂമേഴ്സും ഒരുപാട് ഹൈപ്പ് എല്ലാം കൊടുത്തായിരുന്നു നത്തിങ് ഫോൺ 1. അതേപോലെ ആദ്യം അവരൊരു എന്താ പറയുക എസ്റ്റിമേറ്റഡ് ഡിസൈനൊക്കെ കാണിക്കുകയുണ്ടായി. അപ്പോൾ ഒരുപാട് ഹൈപ്പ് ചെയ്തൊരു ഫോണാണ്. കുറേ കാര്യങ്ങളുണ്ട്. കാരണം കാൾ പറഞ്ഞത് എന്താ വെച്ചാൽ അവരുടെ എക്സ്പീരിയൻസ്, അതായത് നത്തിങ് ഫോൺ 1ൻ്റെ എക്സ്പീരിയൻസ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് കാൾ പറഞ്ഞിരുന്നത്. അപ്പം നത്തിങ് ഫോൺ 1 വളരെ ഈഗർലി അവൈറ്റഡ് ഒരു ഫോണാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. എല്ലാ കാറ്റഗറിയിലാണെങ്കിലും ഇതൊരു എന്താ പറയുക ഹൈ ആൻഡ് പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ഒന്നുമല്ല. ഐ മീൻ ഒരു 70,000-80,000 രൂപേൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് അല്ല, എങ്കിലും ഒരു മിഡ് റേഞ്ച് സെഗ്മെൻ്റ് ആണ് എനിക്ക് തോന്നുന്നത് നത്തിങ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് സ്പെക്സ് വന്നിട്ടുണ്ട്, സ്പെക്സ് അനുസരിച്ച് ഒരു മിഡ് റേഞ്ച് ഡിവൈസ് ആവാനാണ് ചാൻസ്. അപ്പോൾ ഈ അടുത്താണ് നത്തിങ് ഫോൺ 1ൻ്റെ ബാക്ക് പാനലിലെ LED ലൈറ്റിങ്ങിനെ കുറിച്ച് വീഡിയോ നമ്മൾ കണ്ടത്. എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ LED ലൈറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു ഫുൾ ഫ്ലോൺ LED ലൈറ്റാണ്. അത് റിംഗ് ടോണ്, ക്യാമറ യൂസേജ്, അങ്ങനെ ഒരുപാട് കാര്യത്തിന് ക്യാമറയ്ക്ക് ഫ്ലാഷ് ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ LED ലൈറ്റ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജിലാണ് നത്തിങ് ഒരു സ്പെഷ്യാലിറ്റി കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നത്തിങ്ങിൻ്റെ OS ആയിരിക്കും നത്തിങ് OS എന്നായിരിക്കും അതിൻ്റെ പേര്. അപ്പോൾ അതിലും കുറേ ചേഞ്ചസ് ഉണ്ടാവും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് സ്പെക്സ് ആണ്. ഇതിൽ 100% കൺഫേംഡ് സ്പെക്സ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും കുറച്ചൊക്കെ ലീക്ഡ് സ്പെക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സ്പെക്സ് എന്തൊക്കെയാണ് നമുക്ക് നത്തിങ് ഫോൺ 1നെ കുറിച്ച് പറയണത് എന്നാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എപ്പോഴത്തെയും പോലെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നത്തിങ് ഫോൺ 1ൻ്റെ നമുക്ക് ആദ്യം കിട്ടിയ സ്പെക്സ് എന്തായിരുന്നു? ഒരു ബാക്കിൽ ഒരു LED ലൈറ്റിംഗ് ഉണ്ട്. ആ ലൈറ്റിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആസ്പെക്ട്സ് നമുക്ക് കണ്ടായിരുന്നു. MKBHDൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം, അതിൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക് പാനലിലെ LED ലൈറ്റിങ്ങിനെ കുറിച്ച് കാണാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗീക്ക് ബെഞ്ച് സ്കോർ, ഗീക്ക് ബെഞ്ച് ബെഞ്ച് മാർക്ക് ടെസ്റ്റിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നത്തിങ് ഫോൺ 1 പവർ ചെയ്യുന്നത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 778G ഒക്ടോകോർ പ്രോസസ്സർ ആയിരിക്കുന്നതാണ്. ഇൻഫാക്ട് 778G+ ഒക്ടോകോർ പ്രോസസ്സർ ആയിരിക്കുന്നതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റൂമേഴ്സ്. ഇത് 100% ആക്യുറേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല, കാരണം ഇപ്പോൾ ലീക്ഡായി കിട്ടിയ ഇൻഫർമേഷനാണ്. അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 1 ചിപ്പ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അത് സ്നാപ്ഡ്രാഗൺ 8 Gen 1 സീരീസ് പോലെ തന്നെ പുതിയൊരു സീരീസാണ് സ്നാപ്ഡ്രാഗൺ 7 Gen 1 സീരീസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഗീക്ക് ബെഞ്ചിൽ കിട്ടിയിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 778G+ ചിപ്പാണ്. അപ്പോൾ അത് നമുക്കറിയാം ഒരു മിഡ് റേഞ്ച് ചിപ്പാണ്. അറൗണ്ട് 25,000-30,000 പ്രൈസ് സെഗ്മെൻറ്റിലൊക്കെ വരേണ്ട ഒരു ചിപ്പാണ്. എങ്കിലും ആ പ്രൈസ് സെഗ്മെൻറ്റിലായിരിക്കും നത്തിങ് ഫോൺ 1 വരിക എന്നുള്ളത് നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. എങ്കിലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു മാത്രം. പിന്നെ 8GB റാം ഉണ്ടാവും, 128GB സ്റ്റോറേജ് ഉണ്ടാവും. ആൻഡ്രോയിഡ് 12 ആയിരിക്കും. ഒബ്വിയസ്ലി എക്സ്പീരിയൻസ് മാറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് 12 ആയിരിക്കും. പിന്നെ നത്തിങ്ങിൻ്റെ OS ആയിരിക്കും. പിന്നെ ഇത് ക്യാമറയെക്കുറിച്ച് ഇതുവരെ നമുക്കൊരു ഡീറ്റെയിലും കിട്ടിയില്ല. ഡുവൽ ക്യാമറ സെറ്റപ്പാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വേറെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ 45 വാട്ട് ചാർജിങ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അറൗണ്ട് 4,500 to 5,000 mAh കപ്പാസിറ്റീൻ്റെ അടുത്ത് വരാനാണ് ചാൻസ്. ഇതെല്ലാം തന്നെ ലീക്ഡ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഇൻസൈഡർ ഇൻഫർമേഷനാണ്. ഇതൊന്നും ആക്യുറേറ്റ് ആയിക്കൊള്ളുന്നില്ല, എങ്കിലും നമ്മൾ ഫോൺ വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതാണ്. പിന്നെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടാവും എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അതേപോലെ NFC ഉണ്ടാവും. വയർലെസ് ചാർജിങ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പ്രൈസ് സെഗ്മെൻറ്റിലൊക്കെ വയർലെസ് ചാർജിങ് ഇതൊരു അധികം ഫോൺസിനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കൊണ്ടുവരുവാണെങ്കിൽ പ്രോബ്ലി ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റ് നല്ലൊരു ഫീച്ചറായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്കറിയാം മൾട്ടിപ്പിൾ LEDs ആണ്. അതായത് ആ ഫോണിൻ്റെ സൈഡിൽ ബാക്ക് മൊത്തം തന്നെ LEDs ആണ്. ഒരു പ്രത്യേക ഡിസൈനാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതാണ് അതിൻ്റെ ഒരു അട്രാക്റ്റീവ് ആസ്പെക്ട് എന്ന് പറയാവുന്നത്. പിന്നെ നമ്മൾ ഡിസൈൻ ഓൾറെഡി കണ്ടു, ഒരു ഫ്ലാറ്റ് സൈഡ് പാനലാണ്. ഐഫോണിൻ്റെ പോലെയൊക്കെ ഉള്ള ഒരു ബാക്ക് പാനലാണ്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എനിക്ക് ഡെഫിനറ്റ്ലി OLED ഡിസ്പ്ലേ ആയിരിക്കുള്ളൂ, AMOLED ഡിസ്പ്ലേ ആയിരിക്കുള്ളൂ. 120 Hz ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം എക്സ്പീരിയൻസ് മാറ്റേഴ്സ് എന്നാണ് നത്തിങ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി എക്സ്പീരിയൻസിന് വേണ്ടി ഏറ്റവും നല്ല ഹാർഡ്വെയർ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ
ചെയ്യാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ 120 Hz AMOLED അല്ലെങ്കിൽ OLED പാനലായിരിക്കാനാണ് ചാൻസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലീക്ക് സ്പെക്സ്. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താ പറയുക, ആക്യുറേറ്റ് സ്പെക്സ് ഒരിക്കലുമല്ല. ഇതെല്ലാം തന്നെ ലീക്ഡ് അല്ലെങ്കിൽ ഇൻസൈഡർ ഇൻഫർമേഷനിലൂടെ കിട്ടിയ സ്പെക്സ് ആണ്. ഇതിൽ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ മാറാം. ഈ ഞാൻ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗൺ 778G+ പകരം തന്നെ ചിലപ്പോൾ സ്നാപ്ഡ്രാഗൺ Gen 7 Gen 1 ചിപ്പ് ആയിക്കൂടായില്ല. എങ്കിലും നമുക്ക് ഇപ്പോൾ കിട്ടിയ ലീക്ഡ് ഇൻഫർമേഷൻ വെച്ചുള്ള സ്പെക്സ് ആണ്. അപ്പോൾ ഇത് ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ട് നമ്മൾ കണ്ട ഹാർഡ്വെയർ അത്രയ്ക്ക് ഒരു ഭയങ്കര വാവ് ഫാക്ടർ ഒന്നും അവിടെ കാണുന്നില്ല. എങ്കിലും അതിൻ്റെ എക്സ്പീരിയൻസ് മാറ്റർ ചെയ്യും. കാരണം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ പെർഫോമൻസും ക്യാമറ, ഇതെല്ലാം മാറ്റർ ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വേർഡിക്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഈ ഹൈപ്പിന് വേർത്ത് ആയിരുന്നോ ഇത്? അതായത് നത്തിങ് എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്തോ ഒരു ഹൈപ്പാണ് കൊടുത്തത്. പ്രത്യേകിച്ച് ഒരുപാട് ഹൈപ്പ് കൊടുത്തായിരുന്നു ഈ ഫോണിന്. ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും തന്നെ നത്തിങ് ഫോൺ 1 കുറിച്ചാണ്. അപ്പോൾ ഈ ഹൈപ്പിന് വെർത്തുള്ള സ്പെക്സ് ആണോ ഇപ്പോൾ ലീക്ക് ചെയ്തിരിക്കുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം പറയാം, കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു നത്തിങ് ഫോൺ 1 കുറിച്ചുള്ള ഒരു ലീക്ഡ് സ്പെക്സ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ പുതിയ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.